യെസ്. ഇന്ന് ദർശനം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ്. വലിയ ഒരു റെക്കോർഡ് ഉണ്ട് ഈ ക്ഷേത്രത്തിന് പറയാൻ. മറ്റ് പ്രത്യേകതകളുണ്ട് എങ്കിൽ തന്നെയും ഒരു പക്ഷേ വാർത്തകളും പുറം നാട്ടുകാരും കൂടുതലായും അറിയപ്പെടുന്നത് ഈ റെക്കോർഡിന് ശേഷമായിരിക്കും. അമേരിക്കൻ വേൾഡ് റെക്കോർഡ് യൂണിയൻ ബഹുമതി ലഭിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് കണ്ടാലോ. രാകേഷാണ്. അതെ, സിദ്ധാർത്ഥും. ഒരു 3 വയസ്സുകാരനായ ബാലന്റെ ധ്യാന നിമിത്തം ശിവപാർവതി സാന്നിധ്യമുണ്ടായ ഒരിടം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഏകദേശം 5000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ജ്യോതിഷ പ്രവചനം. കാലാന്തരത്തിൽ ഭൂമികുലുക്കത്തിലോ പ്രകൃതിക്ഷോഭത്തിലോ നശിച്ചു പോയതായി പറയപ്പെടുന്ന ക്ഷേത്രം വർഷങ്ങൾക്കിപ്പുറം ഒരു 3 വയസ്സുകാരനായ ബാലന്റെ ധ്യാന നിമിത്തം അതേ സ്ഥലത്ത് ശിവപാർവതി രൂപത്തിൽ ഒരു പുറ്റ് വളരുകയുണ്ടായി. പലരും അത് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു നാൾ ആ സ്ഥാനത്ത് ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടതോടെ സ്ഥലത്ത് ദൈവിക സാന്നിധ്യമുള്ളതായി തിരിച്ചറിഞ്ഞ് ഒരു തെക്കത് നിർമ്മിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. പുറ്ററയ്ക്കൽ എന്ന പേരിൽ പഴമക്കാർ വിളിച്ചിരുന്ന ആ പ്രദേശം ഇന്ന് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രമായി ഉയർന്നു വന്നു. ശിലയും തടിയും കടഞ്ഞെടുത്ത് പരമ്പരാഗത തച്ചുശാസ്ത്രത്തിൽ പണിത മഹാക്ഷേത്ര സമുച്ചയം. കേരള വാസ്തുശില്പകലയാൽ നിർമ്മിതമായ ക്ഷേത്രത്തിൻ്റെ ഗോപുരനടയിൽ ശിവന്റെ പ്രിയ ഭക്തനായ നന്ദികേശനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങളും പരാതികളും നന്ദിയുടെ ചെവിയിലോതിയാൽ അത് നിശ്ചയമായും ശിവഭഗവാന്റെ കാതുകളിലെത്തി പരിഹാരമുണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തുന്ന 3 നിലകളുള്ള ഓടുമേഞ്ഞ രാജഗോപുരം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ച് 12 നിലകളുള്ള നിലവിളക്ക് താണ്ടി ചുറ്റമ്പലത്തിലേക്ക് കടക്കാം. ശിവഭാവങ്ങളെ പ്രതിനിധീകരിച്ച് 12 ജ്യോതിർലിംഗങ്ങൾ ശിവപാർവതി കുടികൊള്ളുന്ന ശ്രീകോവിലിന് ചുറ്റുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഉമാമഹേശ്വര പൂജ, നവഗ്രഹ പൂജ, കർഗഹോമം, സുദർശന ഹോമം, ദമ്പതി പൂജ തുടങ്ങി 21ലധികം പൂജകളും വഴിപാടുകളും ഇവിടെ ഭക്തർക്ക് അർപ്പിക്കാം. ചുറ്റമ്പലം കടന്ന് പടിഞ്ഞാറേ കോണിലാണ് ഗണപതി ക്ഷേത്രം. മഹാഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങൾ നമുക്കിവിടെ കാണാം. സ്വയംഭൂവായ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് പ്രാധാന്യം വളരെയേറെയാണ്. ഗണേശന്റെ 32 ഭാവങ്ങൾ ഒരൊറ്റ മേൽക്കൂരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അഴകിന് രൂപം നൽകുന്ന മഹാബലിപുരത്തിന്റെ ശില്പചാരുത ഇവിടുത്തെ പ്രതിഷ്ഠകളിൽ നമുക്ക് തെളിഞ്ഞു കാണാം. നിത്യപൂജയുള്ള 32 ഗണപതി വിഗ്രഹങ്ങളോട് കൂടിയ ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ്. ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ കോണിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകദേശം 111 അടി ഉയരമുള്ള മഹാശിവലിംഗത്തിന്റെ സ്ഥാനം. ശിവന്റെ 64 മൂർത്തി ഭാവങ്ങളും 108 ശിവലിംഗങ്ങളും 8 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന മഹാശിവലിംഗത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഏറ്റവും താഴെയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിൽ ഭക്തജനങ്ങൾക്ക് സ്വയം അഭിഷേകം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. കൈലാസ പർവ്വതത്തെ കൈയിലേന്തിയ ഹനുമാനും വൈകുണ്ഠവും ഇവിടുത്തെ വിസ്മയിപ്പിക്കുന്ന മറ്റു നിർമ്മിതികളാണ്. മഹാശിവലിംഗത്തിനുള്ളിൽ പ്രവേശിച്ച് ദർശനം നടത്തി ഹനുമാന്റെ ഉള്ളിലൂടെ വൈകുണ്ഠത്തിലെത്തുന്ന രീതിയിലാണ് നിർമ്മാണം. ഓംകാര ശബ്ദത്തിന്റെ അകമ്പടിയോടെ ഒരേ സമയം കൈലാസ, ആഞ്ജനേയ, വൈകുണ്ഠ, ദേവലോക ദർശനം നടത്തുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേയൊരു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് എൻ്റെ ജനനത്തോടുകൂടെയാണ്. അപ്പോൾ ജനനസമയത്തോടുകൂടെ ഒരു ചെറിയ അമ്പലവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഭഗവാന്റെ ഒരു ദർശനം വന്ന് ഈ രൂപത്തിലുള്ള ഒരു ക്ഷേത്രം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവവും. അതുമാത്രമല്ല, അത് 2017 ആണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇതിന് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. പുലർച്ചെ 4:30 നട തുറക്കുന്ന ക്ഷേത്രം ഉച്ചയ്ക്ക് 12 മണിയോടെ അടയ്ക്കും.
അതുപോലെ വൈകുന്നേരം 4:30 തുറക്കുന്ന ക്ഷേത്രനട വൈകുന്നേരം 8 മണിയോടെ അടയ്ക്കുകയും ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് 26 കിലോമീറ്റർ അകലെയാണ് ചെങ്കൽ. ഇവിടേക്ക് എത്തിപ്പെടാൻ ഏറ്റവും അടുത്ത ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും നെയ്യാറ്റിൻകരയാണ്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്ഷേത്രം. എപ്പോഴും ഇവിടെ യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ചരിത്രം കൊണ്ടും സ്ഥാനം കൊണ്ടും വിശ്വാസങ്ങളാലും വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. വരും ദിവസങ്ങളിൽ അവയെല്ലാം നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം.